മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ കോടതിയെ സമീപിച്ച സർക്കാർ നിലപാടിനെതിരെ പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിന് ഇരയായി മരിച്ച സിദ്ധാർത്ഥിന്റെ കുടുംബം. ഭരണകർത്താക്കൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെയാണ് പോകുന്നത്. ഇതിനെല്ലാം കാരണമായവർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പണമല്ല വേണ്ടത്, ഞങ്ങൾക്ക് നീതിയാണ് വേണ്ടതെന്നും അമ്മ ഷീബ പറഞ്ഞു. ആ വാക്കുകൾ കേൾക്കാം. ഞങ്ങളുടെ കുഞ്ഞിന് എന്താണോ അതിന് പകരമായിട്ട് എന്താണോ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് നീതിയാണ് ആവശ്യം. അതിന് പകരമായിട്ട് ഒന്നും നമുക്ക് അതിനെ ആലോചിക്കാൻ പോലും പറ്റില്ല. പിന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ കൂടെ ഉള്ള ഒരു ബഹുമാനത്തോടു കൂടി നന്ദിയോടുകൂടെ തന്നെയാണ് ഇത് ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നത്. കൂടാതെ ഈ ഭരണകർത്താക്കൾ, ഈ നാറിയ ഭരണകർത്താക്കൾ ഇതിനെതിരായിട്ട് പോകുന്ന കേസ് കൊണ്ടുപോകുന്നത് സാധാരണക്കാരുടെ ജനങ്ങളുടെ കാശിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ 7 ലക്ഷത്തിന് പകരം 70 ലക്ഷം രൂപ ചിലവാക്കിയായിരിക്കും ഈ നികുതി പണം കൊണ്ടാണ് അവർ ഈ കേസ് ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യം നീതിയാണ്. ഞങ്ങൾക്ക് ആവശ്യം ഈ കുഞ്ഞിന് പകരമായിട്ടുള്ള ഈ കാശല്ല. വിശദാംശങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരൻ ചേരുകയാണ്. മീര, ഞാൻ ഈ പറഞ്ഞതുപോലെ കൃത്യമായി ഇതിൽ സർക്കാരിനെതിരെ ഒരു നിലപാടെടുത്തിരിക്കുകയാണ് കുടുംബം. അതിൽ അവർ വിവിധങ്ങളായ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. ആ അമ്മയുടെ വാക്കുകൾ നമ്മൾ അല്പം മുമ്പ് കേട്ടതാണ്. ഇവരുടെ ഇനിയുള്ള നിലപാട് എത്തരത്തിലാണ്? ഇതിൽ എത്തരത്തിൽ മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഭരണകർത്താക്കൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെയാണ് പോകുന്നതെന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്താണ് മീര കാര്യങ്ങൾ? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിന് ഇരയായി മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ അമ്മയുടെ പ്രതികരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ കുടുംബത്തിന് 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിനെതിരെയാണ് സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനെതിരെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അമ്മ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ആ പണം ആവശ്യമില്ല, നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ്, പക്ഷേ നീതി ഞങ്ങൾക്ക് കിട്ടിയേ മതിയാവൂ. ഈ കൊലപാതകത്തിന് കാരണമായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇപ്പോഴും അവിടെ പഠനം തുടരുന്നുണ്ട്. അവർ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ സംരക്ഷിക്കുകയാണോ സർക്കാർ ചെയ്യുന്നത് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. എന്തായാലും വിഷയത്തിൽ കുടുംബം മുന്നോട്ട് തന്നെ പോകും, നീതിക്ക് വേണ്ടി മുന്നോട്ട് തന്നെ പോകും എന്നുള്ളതാണ് ആ അമ്മ പറഞ്ഞു വയ്ക്കുന്നത്. സംഗീത. ശരി, തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.